ഞങ്ങൾ പറമ്പിൽ വന്നേ കേട്ടോ. അപ്പം ചക്കയും മാങ്ങയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോകാം എന്നോർത്തിട്ട് വന്നേ. സീസണൊക്കെ കഴിയാറായില്ല. അപ്പം ഇന്ന് ഇത്തിരി മഴ തോർന്നിട്ടുണ്ട്, ഒരു വെയിൽ പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു മാങ്ങയോ ചക്കയോ എന്തെങ്കിലും കൊണ്ടേ പറിച്ചിട്ട് പോകാമെന്ന്. ഇനിയിപ്പോൾ മഴ പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരത്ത് കിടക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്കിയിട്ട് വരാം. എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, എല്ലാം ചീഞ്ഞു പോയോ. മാങ്ങയൊക്കെ പകുതിയും തീർന്നു പോയെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഫുള്ള് പഴുത്ത് പോയിട്ടുണ്ടായി. അപ്പോൾ നോക്കാം എന്തൊക്കെയുണ്ട് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇതാ പൊന്നും കൊച്ചും നടന്ന് വരുന്നുണ്ട്. ഞാൻ താഴെ ഇരിപ്പുണ്ട്. അവൻ നടക്കാൻ ഭയങ്കര മടി. അവനെപ്പം നടക്കണമെങ്കിലും കാലിൽ വേദന. കണ്ടോ, ഒരു ചക്ക ചീഞ്ഞു പോയി. നല്ല ചക്കയായിരുന്നു കേട്ടോ, ഇത് വറുക്കാൻ പറ്റിയ ചക്കയായിരുന്നു. പക്ഷെ ചീഞ്ഞു പോയി. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ഈച്ചയൊക്കെ വന്നിട്ടുണ്ട്. ചീഞ്ഞു പോയി. മുകളിലിനി ഇല്ല, ചക്ക വേറെ ഇല്ല ഇതിനകത്ത്. ഇനിയിപ്പോൾ മുകളിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. നല്ല ചക്കയായിരുന്നു, എന്ത് ചെയ്യാനാ, ചീഞ്ഞു പോയി. നമ്മൾ കഴിഞ്ഞ വട്ടം ഈ ചക്കയാണ് നമ്മൾ വറുക്കാനെടുത്തത്. വലിയ ചക്കയാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പം ചക്ക മൂത്തില്ല എന്ന് വിചാരിച്ചു. കാരണം കണ്ട് ഈ മാവിലൊക്കെ മാങ്ങ തീർന്നു. ഇവിടെ 2 മാവുണ്ട്, 2 മാവിൽ ഈ മാങ്ങ പോയി തീർന്നു, വീണ് കഴിഞ്ഞു. അല്ലെങ്കിൽ താഴെ കണ്ട് കുറേ വീണ് കിടക്കുന്നുണ്ട് താഴെ, കഴിഞ്ഞു. ഒറ്റ മാവിലും മാങ്ങ കാണുന്നില്ല ഗൈസ്, കണ്ടോ. ഒറ്റ മാവിലും മാങ്ങയില്ല. എല്ലാ മാവും, ഒരു മാവിനകത്ത് കുറച്ചെങ്ങാണ്ട് ഇരിക്കുന്നു. എല്ലാ മാവും പോയി, തീർന്നു പോയി. അത് കണ്ടോ, മാങ്ങകളൊക്കെ താഴെ വീണ് കേടായി, പഴുത്ത് വീണെല്ലാം പോയി. കണ്ടോ എന്തോരം മാങ്ങ പഴുത്ത് വീണേക്കുന്ന, കേടായിപ്പോയെല്ലാം. കണ്ടോ, ഇത്രയും മാങ്ങ വെറുതെ വേസ്റ്റായി. നമ്മളെപ്പോഴും വരുന്നില്ലല്ലോ, അപ്പം ഒരു മാങ്ങ നല്ല മാങ്ങ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. കണ്ടിട്ട് നല്ലതുപോലെയല്ല. അയ്യോ പൊട്ടി, ഇത് കൊള്ളൂല. എല്ലാ മാങ്ങയും പോയി. ഇതൊന്നുള്ള ഒന്നും കാണുന്നില്ല. അങ്ങനെ ഊഞ്ഞാലെന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. ചക്ക ഉണ്ടെന്ന് തോന്നുന്നു, കുറേ ചക്ക പഴുത്ത് ചീഞ്ഞിരിക്കുന്നുണ്ട്. നോക്കാം എന്തായാലും കിട്ടുമോ നോക്കട്ടെ. ഞാനിവിടെ മൂഞ്ചി നിൽക്കുക. ഒറ്റ മാവിലും മാങ്ങയില്ല, എല്ലാം പഴുത്ത് വീണ് പോയി തോന്നുന്നു. ഇവിടെ ഈ പറമ്പിൽ 13 മാവുണ്ട്, ഒന്നിലും മാങ്ങയില്ല. ചക്കയുണ്ട്, ചക്ക ഇതാ കുറേ ചീഞ്ഞു പോയിട്ടുണ്ട്. ചക്ക ഇതിനകത്ത് താഴെയുള്ള മരത്തിനകത്ത് അവിടെയുണ്ട്, മേലെ ഇവിടെയൊക്കെ ഉണ്ട്. ചക്കയൊക്കെ ഉണ്ട്, ചക്കയൊക്കെ താഴെയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ ആ മരത്തിലില്ലേ നിറയെ പുഴുവായി. ഈ പ്ലാവിൽ ഒരുമാതിരി കറുത്ത കളറിൽ നിറയെ രോമങ്ങളുള്ള പുഴു. ഞാൻ അതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ മാറി ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ പെട്ടുപോയി. ആ ഒരു പുഴുവിനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് മൊത്തത്തിൽ പേടിയായിട്ട്, എനിക്ക് ഭയങ്കര പേടിയായി. ഇച്ചായൻ വരാൻ കാത്തുക്കും. ഇച്ചായൻ താഴെ ഉണ്ട്, ഇച്ചായൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഒരു സൈസ് പുഴു, അത് കാണുമ്പോൾ തന്നെ ഇങ്ങനെയാവും. ഇതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, പേടിച്ചിട്ട്. കണ്ടോ
ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക പേടിച്ചിട്ട്. കാരണം എനിക്ക് പുഴുവിനെ കണ്ട എന്തോ പോലെയാണ്. ഉച്ചേനെ ഞാൻ വിളിച്ചു, ഉച്ചേൻ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുക താഴെ. അച്ഛൻ വന്നിട്ട് വേണം എനിക്ക് ബാക്കി മുകളിലോട്ട് കയറി നോക്കാൻ. പിന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ പറിച്ചിട്ട് പോകണം. മുരിങ്ങയില കിട്ടുമെന്ന് വിചാരിച്ചു. മുരിങ്ങയിലൊന്നും കാണുന്നില്ല, എല്ലാം വെട്ടിപ്പോയി തോന്നി. നോക്കാം. ഞാനേ ഭയങ്കര വലിയ പ്രതീക്ഷകളുമായിട്ടാണ് വന്നത്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. കുറേ പറിക്കാൻ പറ്റാത്ത വിഷമമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനോർത്തും കുറേ ജാമുണ്ടാക്കണം, വരട്ടി വെക്കണം, ഉണക്കി വെക്കണം, എന്തൊക്കെയോ വിചാരിച്ചു. പിന്നെ മുത്തിന് ബാംഗ്ലൂർ അവൾ പഠിക്കാൻ പോയക്കല്ലോ, അപ്പോൾ അവൾക്ക് കൊടുത്തു വിടണം. അങ്ങനെ കുറേയൊക്കെ വിചാരിച്ചിട്ട് വന്നേക്കുക. പിന്നെ ചക്ക കിട്ടിയ ചക്ക വരട്ടണം. പഴുത്ത ചക്ക ഇങ്ങനെ വരട്ടി വെക്കൂലേ, അതിന് ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞ തവണ കൊണ്ടുവന്നത് വരട്ടി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ കുറച്ചും കൂടെ കൊണ്ടുവന്ന് വരട്ടി വെക്കാം, എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാം, ചക്കര ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ വന്നതാ. എന്താവുമെന്നറിയില്ല. മാങ്ങ കിട്ടില്ല. ഇവിടെ ഈ മരത്തിൽ 2-3 മാങ്ങ കാണുന്നുണ്ടോ നിങ്ങൾ? അടുത്തൊരു 2-3 മാങ്ങ ഞാൻ കാണുന്നുണ്ട്. അത് പറിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അത് പറിക്കണം. പക്ഷേ ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ മരമൊക്കെ ഒടിഞ്ഞ് വീഴാൻ തരത്തിലുള്ള വലിയ കാറ്റ്. പേടിയാവുക. ഇച്ചാനാണെ വരുന്നുമില്ല, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പേടിയുണ്ട്. കണ്ടോ കാറ്റ് കാണുന്നുണ്ട്. വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഒലയുവാണ്. കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ട്. ഇത്ര മാങ്ങയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതേ കിട്ടിയുള്ളൂ, ബാക്കി ഒറ്റ മാങ്ങയില്ല. പിന്നെ ഇത് 2 ചക്ക ഇട്ടിട്ടുണ്ട്. ഇത് മൂത്തല്ല വെച്ചാ, ഇത് മൂത്തതാ, വറുക്കാൻ പറ്റുന്നു. 2 ചക്ക ഇട്ടിട്ടുണ്ട്. ഇതെവിടെ ഇഞ്ചി നട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കറിവെക്കാളിലെ ഉണ്ടാവുള്ളൂ അല്ലേ? കറിവെക്കാളിലെ ഉണ്ടാവും, കിട്ടും. ഒരു കണ്ട ഇഞ്ചി നട്ടിട്ടുണ്ട്. അപ്പം കഴിഞ്ഞു, ഞങ്ങൾ പോവുകയാണ്. 2 ചക്ക കിട്ടി, ഒരു 5-6 മാങ്ങ കിട്ടി. 5-6 മാങ്ങ ഉണ്ടാവും. അപ്പം ഞങ്ങൾ പോട്ടെ.